പോകുന്നത് കരിക്കുഴിമേട്ടയിലേക്കാണ്. ഇതാണ് കേട്ടോ വഴി. നമുക്ക് വോയിസ് അൺടോൾഡ് സ്റ്റോറീസ് ആൻഡ് അൺസീൻ പ്ലേസസ് ആണ്. ഇതൊന്നും എല്ലാവരും വരുന്ന സ്ഥലമല്ല, ഇവിടെ ലോക്കലായിട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്, പിന്നെ കുറച്ച് പൊട്ടക്കുന്നുണ്ട്, അത്രയാണ് ഉള്ളൂ. പക്ഷെ അത് പൂട്ടിട്ടേക്ക് അല്ല എത്താറാവുന്നേ ഉള്ളേ. പക്ഷെ ഇതിൽ മൊത്തം നമ്മുടെ ഹാരിയറിന്റെ ബോണറ്റാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് നമ്മളിവിടെ എത്തി. പണ്ട് ഞങ്ങളൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട് 2018 ടൈമിൽ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഇത്ര കാട് പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇതാരും വരാറില്ലാത്ത ഏരിയ. അവിടെ കണ്ട നല്ല സീനറി ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു വാഷ്റൂമൊക്കെ പണിതിട്ടുണ്ട്. മിക്കവാറും ഇനി ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അത്യാവശ്യം വ്യൂ ഉള്ളൊരു സ്ഥലമാണല്ലോ. ഇത് കുമ്മളിയിലുള്ളൊരു സ്ഥലമാണ്. പിള്ളേർക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട്. ഇവള് പണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഇടാം. ഒരു എൻ്റെ താറാവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു കുഞ്ഞായിരുന്ന കുട്ടിയുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജനറേറ്ററിൻ്റെ സൗണ്ട് ഉണ്ടാവും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഞാൻ അപ്പുറ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഓർമ്മകൾ അയവിറക്കുകയാണ് ഇവള് പണ്ട് ഇതിലിരുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കുഞ്ഞു കുട്ടിയായിരുന്നു. അപ്പോൾ മതി അത് ഒടിഞ്ഞു വീഴും പോരെ. ഇപ്പോൾ പഞ്ചായത്ത് നോക്കാതെ ഭയങ്കര ബോറായി പോയിട്ടോ. പക്ഷെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ചിലപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വരുമായിരിക്കും. അതിനാണ് ഈ പണി നടക്കുന്നത്. പക്ഷെ ഇവിടെ നേരത്തെ നല്ല രസമായിരുന്നു. ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സാധനവും നല്ല യൂസ് ചെയ്യായിരുന്നു. അങ്ങോട്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ട്. ഹാരിയറൊക്കെ കയറിപ്പോരും. നമ്മൾ ഹാരിയറിന് വന്നേ. ഓഫ് റോഡ് വണ്ടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടോ ഹാരിയർ എന്തെന്ന് കണ്ടില്ല. നമ്മൾ ഹാരിയർ അന്വേഷിക്കാം. ഇങ്ങോട്ട് വഴിയുണ്ടേ. കാട് പോലെ കിടക്കുന്നു. പക്ഷെ മഴക്കാലത്തൊക്കെ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും. പിന്നെ കോടയൊക്കെ കിട്ടുവേ. നല്ല സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ സമയം ഏറെക്കുറെ ഒരു 4-4:30 ആയിട്ടുണ്ട്. വെയിലങ്ങ് മാറി വരുന്നേ ഉള്ളേ. അതുകൊണ്ടാണ്. പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ. സ്ഥലത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ നൈറ്റ് നല്ല വ്യൂ കിട്ടുവേ. അതായത് ഫുൾ താഴെയുള്ള സ്ഥലത്തൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നതിൻ്റെ വ്യൂ നമ്മളൊരു ടോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ കിട്ടും. നമ്മൾ മെയിനായിട്ട് കുമളിയിൽ നിന്ന് വെള്ളാരംകുന്ന് പോകുന്ന വഴിക്കാണ് കരിക്കുഴിമേട്. ഓടമേടത്ത് അല്ലെങ്കിൽ മുരിക്കടിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കരിക്കുഴിമേടെന്ന് പറയുവേ. ഏത് സ്ഥലമാണ് കാണുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂവും വേണ്ട ഇതുപോലെ ഇങ്ങനെ ഫുള്ള് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റുമേ. ഇതൊരു കൈൻഡ് ഓഫ് 360 വ്യൂ. 360 ഇല്ല, 270 ഒക്കെ വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രോഫിറ്റ് ഷെയർ ആഗ്രഹിക്കുന്നവളാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. ഞാൻ വിളിച്ച് അഭിനയിപ്പിക്കുന്നതല്ല, തന്നെ ഫ്രണ്ടിൽ കൂടി നടക്കുന്നത്. വലിഞ്ഞു കയറി എക്സ്ക്യൂസ് ചെയ്ത് തരാം അവളെ ആരും മൈൻഡ് ചെയ്യണ്ട. എന്താ ചുമ്മാ അങ്ങ് പറയുക. പക്ഷെ ഇത് ആക്ച്വലി നല്ല രസമാണ്. ഇത്ര വെയിൽ ഈ വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാവും സ്ഥലം കാണാൻ. പിന്നെ കോടയൊക്കെ ഉള്ളപ്പോൾ നല്ല വ്യൂ കിട്ടുന്നൊരു ഏരിയ കേട്ടോ. നമ്മൾ എറണാകുളംകാരും കോട്ടയംകാരൊക്കെ ഇതിനെ പട്ടിക്കാട് എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ ഇടുക്കിക്കാരുടെ സ്വർഗമാണ് ഈ കാണുന്നത്. പക്ഷേ ആക്ച്വലി നല്ലതാണേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള വ്യൂ പോയിൻ്റ് കേട്ടത്. അങ്ങോട്ട് ലൈറ്റില്ല, ഇങ്ങോട്ട് ലൈറ്റുള്ളൂ. നമുക്കതുകൊണ്ട് ഇവിടെ കാണിക്കാം. അടുത്തു കേട്ടോ. അനാവശ്യമായിട്ട് നമ്മൾ താഴെ വരെ പോയിട്ട് തിരിച്ചു വരികയാണ് ഇപ്പോൾ. ഗായ്സ്, ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട് നടുക്ക്. ഇവിടെ വരെ വണ്ടി നമുക്ക് കൊണ്ടുവരാം. കുറച്ച് ഓഫ് റോഡ് ഇങ്ങോട്ടും ഉണ്ടാകാം. മറ്റേ സ്ലാബ് കാണിച്ചു തന്നില്ലേ, കോൺക്രീറ്റ് ഇട്ട വഴി അവിടെ വരെ വരുന്നതാണ് സേഫ്. ഓക്കെ, ഇവിടെ കാട്ടുപോത്തുണ്ട്, പന്നിയുണ്ട്, പിന്നെ അതുപോലെ പുലീൻ്റെ കരടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് തേക്കടിയുടെ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അതിൻ്റേതായ പക്ഷെ സേഫാണ്. എപ്പോഴും അങ്ങനെ കാണാറൊന്നുമില്ല. പക്ഷെ വല്ല അനക്കൊക്കെ കേട്ടാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മുള്ളംപന്നി, കാട്ടുകോഴിയുടെ ഒക്കെ സൗണ്ട് നമുക്ക് എപ്പോഴും കേൾക്കാവേ. ഇന്ന് നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നൈറ്റ് ക്യാമ്പ് ചെയ്യണ എൻ്റെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. അച്ചൊക്കെ അടിക്കും. പക്ഷെ ഞങ്ങൾ ഈ മലയിൽ നിൽക്കുന്നതെന്നല്ല, ഈ തൊണ്ടിൻ്റെ ഒക്കെ സൈഡിലുണ്ടാവും ഈ ചെടി. അയ്യോ, ഈ ചെടി എവിടെ? അച്ചടിക്കുന്ന ചെടി നമ്മൾ മറ്റേ സിനിമയിൽ കണ്ടു. ഇല്ല, ഇതിന്റെ പൊടിയുണ്ട് അച്ചടിക്കാൻ. ഈ സാധനം പറിച്ചിട്ട് നീ ചുമ്മാ ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് ടോയ്ലറ്റ്സിൽ നിൽക്കുക. എന്താ 100-150 രൂപ തയ്ക്കേണ്ടത്. എന്നാ പറിച്ചോ. അവിടെ ഒരു വീട് കണ്ടോ, ആ
വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഈ റോഡുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വീട്. അത്ര ദൂരെയാണ് നമ്മുടെ വീട് ഗൈസ്.